അടിതെറ്റി വീണാലും പതറില്ല, കത്തി പള്ളയ്ക്ക് കെറിയാലും ഞാൻ പറഞ്ഞ വാക്കീന് മാറില്ല. ഞാൻ വലിയവനല്ല ചെറിയവനല്ല, ജീവിക്കാൻ ഓടുന്ന വെറും മനുഷ്യൻ എന്ന് കരുതി നീ ചൊറിയാൻ നിൽക്കണ്ട, വേണ്ടി വന്നാൽ ഞാനാകും അസുരൻ. വിശ്വയുടെ ഗേൾ ഫാൻസിനൊക്കെ നോക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, വിശ്വ സിംഗിൾ ആണോ എന്നാണ്. സിംഗിൾ ആണ്. ഇന്നെന്റെ ബാഡ് ഒന്ന് രണ്ടുപേരും പാടോ, കുറച്ചുകൂടി ഒന്ന് കേറട്ടെ, ഇപ്പൊ എല്ലാരും മറന്നിരിക്കുമല്ലേ. ഇന്നെന്റെ ബാഡ് ഡേ, ജോയിന്റ് അടിക്കണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. ഇന്നെന്റെ ബാഡ് ഡേ. ഹായ്, ഞാൻ അശ്വതി. ഗ്ലോബൽ വില്ലേജിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഒരു ഗസ്റ്റ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്, കൂടാതെ ഒരു റാപ്പറുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം വിശ്വ മ്യൂസിക്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖം. ആദ്യം ആ ചിരി ഒന്ന്, എനിക്ക് ആ ചിരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ മറ്റേ വിശ്വ എന്ന് പറഞ്ഞൊരു ചിരി ഉണ്ടല്ലോ, അതായിരുന്നു ഭയങ്കര വൈറലായി. അതൊന്ന് ചെയ്യാവോ? അതൊരു സമയത്ത് ഭയങ്കര ട്രോളും കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ എടുത്തു ആ ട്രോളും കാര്യങ്ങളൊക്കെ? ഞാൻ കൊച്ചിലോട്ട് ഇങ്ങനെ ട്രോൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം പിന്നെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം ഫണ്ണായിട്ട് എടുത്തു. പക്ഷെ ഇപ്പൊ കുറച്ചങ്ങ് ഏറിന് അങ്ങ് താഴ്ന്നു തോന്നുന്നുണ്ടോ? ലൈക്ക് ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി എന്നിലൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി, ഒരു ഫയർ ഉണ്ടെന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് വളർത്തി വിടുന്നില്ല. ഓക്കെ. ഇപ്പൊ പുതിയ എന്തൊക്കെയാ റാപ്പ് സോങ്സ് ഒക്കെ ഉള്ളത്? ഇപ്പൊ കുറെ ട്രാക്സ് ഇനിയിപ്പോ വരും. ഈ വർഷം ഞാൻ കുറച്ച് സാധനം പൊട്ടിക്കും. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും കയ്യിലുണ്ടോ ഒന്ന് ചെയ്യാനായിട്ട്? കയ്യിൽ ഒരുപാടുണ്ട്. അങ്ങനല്ല, ഇവിടത്തേക്ക് ഒന്ന് ചെയ്യാനായിട്ട് ഒന്നൊരു ഇന്റർവ്യൂല്. അങ്ങനെ പറയരുത്, അയ്യൊന്നും പറയരുത്, പാടിയേ പറ്റത്തുള്ളൂ. എൻ്റെ പുതിയ ട്രാക്കാണ് പണി, ഹിപ്ഹോപ്പാണ്. ഓക്കെ. ജീവിതം ഇനിയൊരു കളിക്കളത്തിൽ ഞാൻ കയറി വരുമെന്ന ചിന്തയുള്ളിൽ, കഷ്ടപ്പാടുകൾക്കിനി അകമില്ല, ഞാൻ സമ്പത്തുമായൊന്നു പിറന്നതല്ല, നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറക്കില്ല, എൻ്റെ ഉള്ളിനുള്ളിൽ അത് തീക്കനലായി കത്തി കത്തി ചാമ്പലാകും വരെയും നെഞ്ചിനുള്ളിൽ അത് ഓർക്കും ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ, അടിതെറ്റി വീണാലും പതറില്ല, കത്തി പള്ളയ്ക്ക് കെറിയാലും ഞാൻ പറഞ്ഞ വാക്കീന് മാറില്ല, ഞാൻ വലിയവനല്ല ചെറിയവനല്ല, ജീവിക്കാൻ ഓടുന്ന വെറും മനുഷ്യൻ എന്ന് കരുതി നീ ചൊറിയാൻ നിൽക്കണ്ട, വേണ്ടി വന്നാൽ ഞാൻ അകുമസുരൻ. ഞാൻ വീമ്പിളക്കില്ല, ഷോ ഇറക്കില്ല, ഞാൻ ഇറങ്ങി വന്ന നീ കാണും നരകം മുന്നിൽ വന്ന് നീ കാട്ടാനോ നിൽക്കണ്ട, ഓട്ടിച്ചിട്ട് പണ്ണും. ജീവിതം ഇനിയൊരു കളിക്കടത്തിൽ ഞാൻ കയറി വരുമെന്ന ചിന്തയുള്ളിൽ, മുറിവുകൾ തെറ്റി എൻ നെഞ്ചിനുള്ളിൽ, എൻ കടന കഥകൾ എൻ്റെ കൺമുന്നിൽ, ഞാൻ പിടിച്ച വള്ളി എന്നെ കറക്കി ചുറ്റി, ഞാൻ പഠിച്ച പാഠം എൻ്റെ റാപ്പിൽ എഴുതി പുറത്ത് വിട്ട്, അതിൽ കൊണകൾ കൂടി കൊണച്ചവന്മാരേക്ക് മണ്ണി മൂടി. എഴുതിയതാ? കുറെ നാളായി? ഇത് കുറച്ച് നാളായുള്ളൂ. സ്വന്തമായിട്ട് ഇങ്ങനെ മനസ്സിലുള്ളതൊക്കെ അങ്ങ് റാപ്പായിട്ട് അങ്ങ് എഴുതൂല്ലേ? അങ്ങനെയല്ല, ലൈക്ക് എനിക്ക് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും എഴുതാറുള്ളത്. ഓക്കെ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മറ്റുള്ളവരെ ഹേറ്റേഴ്സിന് കുത്തി എഴുതി വെച്ചതാണല്ലേ, അതായത് അവർക്ക് കൊള്ളണം എന്ന് വിചാരിച്ചു. നമ്മളൊരു ഫീൽഡിലോട്ട് ഇറങ്ങും, എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണവരും കാണും, അതേപോലെ തന്നെ നമ്മളെ വിമർശിക്കുന്നവരും കാണും. ഉറപ്പായിട്ടും. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ജേണി? എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്? എൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കൊച്ചിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സോങ്സ് കേട്ടു തുടങ്ങിയത്. ആദ്യം റോക്ക് മെറ്റലാണ് കേട്ടു തുടങ്ങിയത്. പിന്നെ അതിന് ഇംഗ്ലീഷ് സോങ്സ് പാടി ലൈക്ക് പിന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെയാണ് ഞാൻ കമ്പോസ് ചെയ്ത് ലിറിക്കിൽ എഴുതാൻ തുടങ്ങിയത്. പിന്നെ ആയപ്പോൾ മലയാളം റാപ്പിലോട്ട് വരണമെന്ന് തോന്നി. പിന്നെ അതിൽ തന്നെ ഡിഫറെൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഓരോരോ ജോണേഴ്സ് ഞാൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആരും കൊണ്ടുവരാത്ത ട്രാക്കുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈക്ക് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് വരാൻ ടൈം എടുക്കും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് റാപ്പ് സോങ് വന്നിട്ട് ഇറങ്ങിയത് ഭയങ്കര ഇതായിരുന്നു, ഫേമസ് ആയിരുന്നു ആ സമയത്ത്. നല്ല അതിനെ പറ്റി ഒത്തിരി ഇപ്പം വിശ്വയുടെ അക്കൗണ്ടിലുള്ളതിനെക്കാട്ടും വേറെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ടാർഗറ്റ് ഓഡിയൻസിനെയാണ് കേച്ചത്. ലൈക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ ആണെങ്കിൽ അവർക്കുള്ള ട്രാക്ക്, ലൈക്ക് അല്ലാതെ ലവ് ചെയ്യണവർക്ക് ലവിന്റെ ട്രാക്ക്, അങ്ങനെ ലൈക്ക് ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് എടുത്തോണ്ടിരുന്നത്. ഇപ്പം എല്ലാരെയും ഒന്ന് കൊണ്ടുവന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടേഴ്സും വേണം. ചിലപ്പോൾ ഒരു സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ഒരു സോങ് വേറെ ഇഷ്ടപ്പെടുമായിരിക്കും. ലൈക്ക്
അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് താമസ നേരങ്ങൾ. എല്ലാരും പറയും പാട്ടൊക്കെ എഴുതി പാടാൻ എളുപ്പമെന്ന് പറയും, പക്ഷെ റാപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും. അപ്പൊ അതിന്റെ ഒരു എഫേർട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ലൈക്ക് പാട്ട് എഴുതി എളുപ്പം ആര് പറഞ്ഞു പാടാൻ പറ്റുമെന്ന്, ലൈക്ക് ഈ ലോകത്ത് ആരും ചെയ്യാത്തൊരു കമ്പോസിങ്, നമ്മൾക്ക് നമ്മളതായ രീതിയിലുള്ള വരികള്, ഒരു സോങ് ആക്കുക, അത് മിക്സിങ് മാസ്റ്ററിങ് ചെയ്യുക, അതിന് ബീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു വലിയ പ്രോസസ്സാണിത്. അതായത് നിങ്ങൾക്ക് പുറമേന്ന് കാണുമ്പോൾ ഇതെന്തോ അയ്യോ സിമ്പിൾ അല്ലേ, ഒരു പാട്ട് ഇങ്ങനെ മൂളി കഴിഞ്ഞാൽ പാട്ടാവും എന്നൊക്കെ തോട്ട് വരും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഇത് ഭയങ്കര ടഫുള്ള പരിപാടിയാണ്. പിന്നെ അതിനെ കൊണ്ടുവന്ന് ഹിറ്റ് ആക്കുക, അത് എൻ്റെ പേര് ഇത്രയും വൈഡിലോട്ട് അറിയിക്കുക, അതൊന്നും ഒരു വലിയൊരു ലോങ് പ്രോസസ്സാണ്. അത് ഇങ്ങനെ പറയണമാർക്കൊന്നും അറിഞ്ഞൂടെന്ന് ഞാൻ പറയൂ. ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ നമ്മളെ കൂടെ ചിലപ്പോൾ ആരും സപ്പോർട്ട് ഒന്നും കാണത്തില്ലായിരിക്കും, നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിലും നമ്മളെ കളിയാക്കിയവരൊക്കെ ഒത്തിരി പേര് കാണുമായിരിക്കും. ഇപ്പൊ ഈ ഒരു നിലയിൽ എത്തിയ സമയത്ത് ആ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഒന്ന് സംസാരിക്കും, ഇവിടെ അടിപൊളിയാടാ, ഞാൻ നിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കാറുണ്ട്. ലൈക്ക് ഞാൻ പറയാനല്ലേ, ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിഞ്ഞു പോലും കൂടാ. ഞാൻ ഒറ്റ ഒരു പയ്യൻ മാത്രം, ബാക്കി എല്ലാ പയ്യന്മാരും കളിച്ച് ചിരിച്ച് വേറെ രീതിയിലോട്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരൊറ്റ ആൾ മാത്രം ഈ 10 വർഷം കഴിഞ്ഞുള്ള കേരളം എന്താണെന്ന് ചിന്തിച്ച് ആ ഒരു ചിന്തയിൽ ആണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. ലൈക്ക് അപ്പോഴെല്ലാവർക്കും ഇതൊരു ഭയങ്കര അതിശയമായിരുന്നു. അപ്പൊ ഇത് എത്ര ഇയേഴ്സ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു? 12 വർഷം. 12 വർഷം. ഫസ്റ്റ് ഒരു വീഡിയോ വൈറലായിരുന്നു, ചെറുപ്പത്തില് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ ടിവിയില്. അതെ തന്നെ, സോറി. അപ്പൊ ആ ഒരു കട്ട് ഞാൻ കണ്ടായിരുന്നു കുറെ വർഷം മുമ്പുള്ളത്. അതെന്തുവായിരുന്നു ആ ഒരു ജേർണി ഫസ്റ്റ് ടൈം? അപ്പം അത് ഫസ്റ്റ് സംഭവം ഇങ്ങനൊരു, ഞാൻ ഇതിൻ്റെ ഒരു റിസർച്ച്, കേരളത്തിൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ റാപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ടി വിയിൽ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം, ടാലൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ കാണുന്നത്. അപ്പം അവിടെ അതിലത്തേക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ സാധനം കിട്ടുന്നത്. അപ്പം ഞാൻ ചെറുതിലെ തന്നെ ആ ഒരു ഇതിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി മൂവീസിലൊക്കെ കുറച്ച് റാപ്പ് ചെയ്യണം, അതിന് ചെയ്തു. അല്ല, ഇനി കുറച്ചുകൂടി ഇപ്പം ഫേവറേറ്റ് ഫിലിം ആക്ടേഴ്സ് ഒക്കെ കാണുമല്ലോ, എനിക്ക് ഇന്ന ആളുടെ സിനിമയിൽ റാപ്പ് ചെയ്യണമെന്നൊക്കെ, അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാ നടന്മാരും ഇഷ്ടം തന്നെ. എന്നാലും നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നി ഇപ്പൊ കുറെ ആൾക്കാർക്ക് സൂര്യ, വിജയ്, അജിത്ത്, അല്ലെങ്കിൽ ലാലേട്ടന്റെ പടത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ലാലേട്ടനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ലാലേട്ടനോട് ഇങ്ങനെ പറയാൻ പറ്റും എനിക്ക് റാപ്പ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലൈക്ക് എന്റെ കഴിവ് കണ്ടവർ വിളിക്കണം. അതാണ്. ഓക്കെ, ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒത്തിരി ട്രോളായിരുന്നു. ഈ ഇടയ്ക്കും ഞാൻ കണ്ടായിരുന്നു, ചുമ്മാ യൂട്യൂബിൽ ഇഷ്യൂനെ പറ്റി നോക്കിയ സമയത്ത്. കാരണം ട്രോൾ 1 വർഷം മുമ്പേ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സ്ട്രീറ്റിലെ ആൾക്കാർ മറ്റേ ഗേൾസിനോടും ബോയ്സിനോടും ചോദിക്കല്ലോ വിഷുവിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ അവര് ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പറയല്ലോ, അത് പക്ക സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മാർക്കറ്റിംഗ് ആണ്. സ്ക്രിപ്റ്റ് ആണോ അപ്പൊ ആക്ച്വലി? അതെ, ഇതൊരു മാർക്കറ്റിംഗ് ആണ്. അത് ഞാൻ അഭിനന്ദിക്കുന്ന ഇതൊരു മാർക്കറ്റിംഗ് ആണ്. നിങ്ങളെ ഫ്രണ്ടിൽ ഒരു സദ്യ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുവോ? കഴിക്കൂല. അതിൽ കിടില ഒരു ഔഷധമായ ഒരു സദ്യ ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾ അത് കഴിക്കുള്ളൂ. മനസ്സിലായി? ലൈക്ക് ഞാൻ പറയണത് പൊതുവെ പറയണ, നിങ്ങളെ ഫ്രണ്ടിൽ ഒരു നല്ല സദ്യ കൊണ്ടുവച്ചാൽ നിങ്ങൾ കഴിക്കൂല. അതിൽ എന്തുണ്ട്, അല്ലെങ്കിൽ അതിലൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾ അത് കഴിക്കുള്ളൂ. മനസ്സിലായി? അത്രേ ഉള്ളൂ, അത്രേ ഞാൻ ചെയ്തോളൂ. എന്ന് പറഞ്ഞാൽ ഒരു സോങ്ങിനെ സോങ് ആയിട്ട് തന്നെ ഇറക്കാതെ ഞാൻ അതിന്റെ പ്രൊമോഷൻ വേറൊരു രീതിയിൽ കൊടുത്തന്നേ ഉള്ളൂ. എൻ്റെ ഒരു മാർക്കറ്റിംഗ്. പക്ഷെ അത് എടുത്ത് ഇപ്പൊ കുറെ പേര് ചെയ്യുന്നില്ലേ വീണ്ടും? ആ ഒരു ട്രെൻഡ് ഇപ്പോഴും ഓടുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും ഓടുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാര് നല്ല രീതി ഇയാള് മോശ രീതി ചെയ്യുന്നല്ല, ഉബൈദ് വന്നിട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഈ ഫോളോ ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാര് വേറെ മിസ്യൂസ് രീതിയിൽ ഈ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി എന്നല്ല, അവരുടെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൊച്ചു പിള്ളേർത്തായിരിക്കും ചോദിക്കുന്നത്, ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് 18+ കോണ്ടന്റ് ആയിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ അവരെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അവർക്ക് അവരുടേതായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ. എനിക്ക് അവരെ ഇതില്ല, ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന അവരെ സ്വാതന്ത്ര്യത്തിൽ തെറ്റു പറയാനും ഒന്നും ഞാൻ ആരുമല്ല. ഉത്തരം തന്നില്ല. ഞാനൊരു സാധനം ചോദിച്ചു, ഞാൻ ആരെയും കുത്തി പറഞ്ഞില്ല, നീയും പേര് പറഞ്ഞില്ല, പക്ഷെ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, അതിനൊന്നും ഉത്തരം തന്നില്ല. ഇപ്പോ ഈ റാപ്പേഴ്സ് ഒത്തിരി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന, എപ്പോഴും കേൾക്കുന്ന ഒരു പേരും വേടൻ എന്നാണ്. വേടനെ പറ്റി ഒത്തിരി വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്തോ പറയാനുള്ള? വേടന്റെ ഫാനാണോ? വേടന്റെ ഫാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എനിക്ക് ഇഷ്ടമാണ് റാപ്പ് ചെയ്യണത്. ഞാനൊരു ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്നു, എനിക്കിഷ്ടമാണ്. പിന്നെ വിമർശനങ്ങൾ എന്ന് പറയുമ്പം ലൈക്ക്
അത് അവരുടേതായ ജീവിതമല്ലേ അവർക്ക്. ഇപ്പൊ എനിക്കിനി പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ആ ഞാൻ പാട്ട് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റും. അല്ല, ഇതിപ്പോ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോ പണ്ടത്തെ ആയിരിക്കും, പണ്ടത്തെ അല്ലെങ്കിൽ ചെയ്യാത്ത ആയിരിക്കും. അതിപ്പോ ഒരു ട്രെൻഡ് അല്ലേ, വളരണവരെ ഒന്നും ചെയ്യൂല, എല്ലാം നമ്മളോട് ഇങ്ങനെ വന്നിട്ട് വളർന്നു കഴിഞ്ഞതിന് ശേഷം അതിപ്പോ പാർട്ടിയിലായാലും ആൾക്കാരെ വെച്ച് പറയുന്നുണ്ട്. ഇതൊരു ട്രെൻഡ് ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? അല്ല, അതിനോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇപ്പൊ പെണ്ണുങ്ങൾ പോയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പീഡന കേസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ വിശ്വയ്ക്ക് എന്താ പറയുള്ളത്? നാളെ ചിലപ്പോ വിശ്വയുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തെന്നിരിക്കാം. അങ്ങനെയല്ല ഞാൻ പറയുന്നതാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. പല ആൾക്കും ഇപ്പൊ വേടം പ്രതീക്ഷ കാണത്തില്ലല്ലോ വേടനെ പറ്റി ഇങ്ങനെ വന്നത്. അതുപോലെ തന്നെ ഓരോ ആൾക്കാർ ന്യൂസിൽ നമ്മൾ ഓരോ പാർട്ടിയിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. 5 പെണ്ണുങ്ങളെ പേടിച്ച് ഈ ഇടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസർ 12 പെൺപിള്ളേരെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മെനഞ്ഞാന്നൊരു ഒരു ന്യൂസ് പുറത്തു പോയത്. അപ്പൊ ഇതിന് ഈ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ വാക്കിൽ ഞാൻ പറയും, വിധി വിധി ഉണ്ടെങ്കിൽ വരും, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാത്തിലും വിധി ഉണ്ടെങ്കിൽ വരും. അങ്ങനല്ലേ പറഞ്ഞു. ഇപ്പൊ ആ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അവന് വിധി ഉണ്ടായിരുന്നു. അപ്പൊ നാളെ വിശ്വയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുക, ഇപ്പൊ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചു, എനിക്ക് നിന്നെ എങ്ങനെയും തകർക്കണം. പക്ഷെ നമ്മൾ നേരെ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കാം നേരം. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല. മെജോറിറ്റി ഗേൾസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ചില പെൺകുട്ടികൾ റിയലായിട്ട് കേസ് കൊടുക്കുന്നവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയോ, വിശ്വ ഇന്റർവ്യൂവിന് വന്നു, എന്നെ ഇങ്ങനെ ഇതുപോലെ എന്റെ വൃത്തിയേട് പറഞ്ഞു എന്ന് ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടാ നമുക്ക് ഒബ്വിയസ്ലി മെൻസിനായിരിക്കും ഹേറ്റ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇടുന്ന കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട്. ചിലര് റീച്ചിന് വേണ്ടി ആയിരിക്കാം, ചിലർ അങ്ങനെ ആയിരിക്കാം. അപ്പം അതിനെപ്പറ്റി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും? വിധി ഇതിന് ഉത്തരവില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇല്ല ഇല്ല, വിധി സംഭവം ഉണ്ടായ വിധി വിധി അങ്ങനെ വിചാരിക്കത്തുള്ളൂ. എനിക്കൊരു പ്രശ്നം വന്നാൽ അത് വിധിയാണ്, ഞാൻ ഇങ്ങനെ നിന്നോളാം. വിധി അതിനനുസരിച്ച് അത് അപ്പൊ എന്താണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് ആ സാധനം നേരിടും. അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. ഏഞ്ചൽ എന്ത് ചോദിച്ചാലും ഞാൻ വിധി എന്ന് പറയും. അവൾ ഇതുപോലെ എന്നെ കൊരസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ പഠിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. ഉത്തരവില്ലാത്തോണ്ട് വിധി നീ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുത്തുകാരനാണ്, ചിന്തിക്കുന്നതിനപ്പുറം ഞാൻ ചിന്തിക്കും. ഓക്കെ, ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തുവാണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തുവാണ്? ലൈക്ക് ഈ വർഷം എനിക്ക് ഒരു നല്ലൊരു വലിയ റാപ്പർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. മീൻസ് എന്റെ ട്രാക്സ് ഞാൻ മാക്സിമം അതിൽ എഫേർട്ട് ഇടുന്നുണ്ട്. മാക്സിമം നല്ല ക്വാളിറ്റി ആയിട്ട് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാല്ലാ. ഓക്കെ, ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് വിഷയ്ക്ക് ഭയങ്കര ജാടയൊന്നുമില്ല, ഇത്രയും റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലായിടത്തും ഭയങ്കര കമ്പനി ആയിട്ടാണ് സംസാരിക്കുന്നത്. കുറെ ഗേൾസ് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരുടെ ഭയങ്കര ഇങ്ങനെ കമ്പനി ആയിട്ട് അങ്ങനെ ജാടയൊന്നുമില്ല, ഞാൻ ഇത്ര റാപ്പർ അങ്ങനെ. ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്, എല്ലാവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് വന്നത്. പെട്ടെന്നൊരു സംഭവം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പഴയതൊക്കെ മറക്കാൻ പറ്റൂല. ആരെങ്കിലും ഇതുപോലെ ഹെൽപ്പ് ചോദിച്ചതുകൊണ്ട്, പണ്ട് നമ്മളൊരു വിലയില്ല, നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചിട്ട് തരാത്ത ആള് ഇപ്പൊ നമ്മളോട് വന്നിട്ട് ഹെൽപ്പ് ചോദിക്കുന്നത്, അങ്ങനെയെങ്കിലും കാറ്റഗറി ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുള്ള എനിക്ക് തന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ലൈക്ക് എല്ലാവർക്കും എന്നെ ഇതാക്കിയല്ല ഞാൻ പറയണം, ഞാൻ അവരുടെ അടുത്തുള്ള പെരുമാറ്റവും അവരുടെ അടുത്തുള്ള രീതികളും അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഞാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പം വിശ്വയുടെ ഗേൾസ് ഫാൻസിനൊക്കെ നോക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, വിശ്വ സിംഗിൾ ആണോ എന്നാണ്. സിംഗിൾ ആണ് ഇപ്പോഴും സിംഗിൾ എന്നാണോ പറയുന്നത്? കരിയർ ഫോക്കസ്. കരിയർ പെണ്ണ് വേണ്ട. അപ്പൊ ഇതിനു മുമ്പ് റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. തേച്ചോ? ആരെങ്കിലും തേക്കില്ല, അല്ലാതെ പൊട്ടത്തില്ലല്ലോ അത്. അത് ഭയങ്കര പോണേ. ഇന്റർവ്യൂ സ്റ്റാർട്ടിങ് തൊട്ട് വിധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ അരമണിക്കൂറുള്ള ഇന്റർവ്യൂ 15 മിനിറ്റിൽ കാണാം. പിന്നെ എന്തിനാണ് ഇന്റർവ്യൂ നടത്തുന്നത്? ഞാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ആൻസർ പറയാന്നുള്ളതാണ്. അല്ല, ഒറ്റ വീട്ടിൽ അങ്ങോട്ട് പോയി. അങ്ങനെയല്ല. എന്താണ്, ആരാണ് തേച്ചത്? അതാണ് എനിക്കറിയുള്ളൂ. ചിലതൊക്കെ അങ്ങോട്ട് തേച്ച്, ചിലതൊക്കെ ഇങ്ങോട്ട് തേച്ച്. അങ്ങോട്ട് തേച്ചതിന്റെ കർമ്മയായിട്ടാണ് എങ്ങോട്ട് തേപ്പ് കിട്ടിയത്? അതും വിധി. ഓക്കെ, അപ്പൊ എങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം? ഇപ്പൊ റാപ്പർ ആയിട്ടുള്ള ഒരു ഗേളിനെയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ നല്ല നാട്ടിൻപുറത്തൊരു കുട്ടിയാണോ, അല്ലെങ്കിൽ മോഡൽ, അങ്ങനത്തെ നമുക്കൊരു മൈൻഡിൽ എഴുതുകയാണല്ലോ. വിഷയുടെ ഗേൾസ് ഫാൻസ് ഒക്കെ വെയിറ്റിംഗ്. അത് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നോക്കും. പെണ്ണായാ മതി, അങ്ങനെയാ? അങ്ങനെയൊന്നും പെണ്ണ് വേണ്ട. ഓക്കെ, അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെടണമല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനല്ലേ നീ സെലക്ട് ചെയ്ത്, അതേപോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ. ഓക്കെ, ഇപ്പം നമുക്ക് ഒത്തിരി അപ്പും ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫില്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഡൗൺ ആയിട്ടിരുന്ന ടൈം അങ്ങനെ എന്തെങ്കിലും
ഓർമ്മയുണ്ടോ? എനിക്ക് ഭയങ്കര ട്രോള് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഇല്ല, ഞാൻ ട്രോൾ കിട്ടിയ സമയത്ത് ഇവിടെ നമ്മൾ ഗ്യാങ് അടിച്ച് നടക്കുകയായിരുന്നു സിറ്റിക്കകത്ത്. അങ്ങനെയൊന്നുമില്ല. എന്തും ഡൗൺ ആവണം. എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴായാലും അപ്പാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ട്രോൾ ഏത്? ഇപ്പം ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ പണ്ടത്തെ വീഡിയോ, മറ്റേ കോമഡി ഉത്സവത്തിൽ ആർ യു റെഡി, അതിവിടെ സൈഡിൽ കൊടുക്കുന്നത് ഞാനേ വിശ്വയുടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് വരരുത് എന്നിങ്ങനെ ഒളിച്ചൊളിച്ച് കൊണ്ടുപോവായിരുന്നു. യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പോ കൂടെയുള്ള ആദർശ് DJ ആണ് അതെടുത്ത് ഈ പയ്യൻ അറിയാമോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് എടുത്ത് തരുന്നത് സ്റ്റോറി ഇടുന്നത്. പണ്ടത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര അങ്ങനെ ആരും കണ്ടില്ലല്ലേ, ഫേസ്ബുക്കിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും ഇയേഴ്സ് ആയിട്ട് അല്ല, ഫേസ്ബുക്ക് അല്ല, യൂട്യൂബിലാണ്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാം ആ സമയത്ത് അത്ര ഒരു ഗുമ്മില്ലായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം ഇൻസ്റ്റാഗ്രാമല്ലേ. ഞാൻ അപ്പോഴും ഇപ്പൊ എപ്പിസോഡ് എടുത്തപ്പോഴും എനിക്ക് ഞാൻ പറയാമല്ലോ, ആ ഒരു സമയത്ത് എന്ന് പറയുമ്പം നെറ്റില്ല, ചെറിയ ഫോൺസ്, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെയാണ് ജിയോ ഒക്കെ വരണത്. ജിയോ സിം വന്നതിന് ശേഷം എല്ലാവർക്കും വൈഡായിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൈഡായി തുടങ്ങിയത്. ഞാൻ പറയണം, അല്ലാതെ 20 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നു അങ്ങനത്തെയൊക്കെ സെറ്റപ്പ് അല്ലേ ഇരുന്നത്. എനിക്ക് ഫോണില്ലല്ലോ, ഞാൻ കൊച്ചല്ലേ. അപ്പം ഞാൻ വീട്ടിലെ ഫോണിലൊക്കെയാണ് ജയിച്ചായിട്ട് പാട്ട് കേട്ടൊക്കെയാണ് പഠിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് എത്രത്തോളം പെർഫെക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അന്ന് കൊച്ച് എൻ്റെ ആ ഒരു നിലവാരം എന്താണോ, എൻ്റെ അറിവ് എന്താണോ, ആ ഒരു രീതിയിലാണ് ഞാൻ അവിടെ പെർഫോം ചെയ്തത്. ഇപ്പം തോന്നുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു. അത് എനിക്ക് അപ്പോഴും എനിക്ക് അത്ര പെർഫെക്റ്റ് ആയില്ല എന്നുള്ള ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ ആ ഒരു ടൈമിൽ. അപ്പൊ ഞാൻ ഇത് വരരുത്, ഒരു 5 വർഷം കഴിയുമ്പോഴൊക്കെ പോവുമായിരിക്കും എന്ന് വിചാരിച്ചങ്ങനെ ആരും അറിയാതെ അത് വന്ന് ഈ സ്കൂളിലൊക്കെ നമുക്ക് ഇതുപോലെ പ്രോഗ്രാംസും കലോത്സവം കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അതിൽ ഇതുപോലെ എന്തെങ്കിലും പാട്ട് അങ്ങനത്തെ കാര്യങ്ങൾ? അങ്ങനെ കലോത്സവം അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാതെ സ്കൂളില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്റ്റേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രിൻസിപ്പാൾ ഇങ്ങനെ മറ്റേ പൊന്നാടയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പാൾ ഞാൻ നല്ല കമ്പനിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. സ്കൂള് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഓക്കേ, ഫസ്റ്റ് എഴുതിയ ഒരു സോങ് ഏതായിരുന്നു? ഫസ്റ്റ് എഴുതണ ഞാൻ ഐ ലവ്സ് യു എന്ന് പറഞ്ഞൊരു സോങ് ആണ്, ഇംഗ്ലീഷ് സോങ് ആണ്. അത് പണ്ട് കൊച്ചിലെ അതിപ്പോ ഒന്ന് പാടാവോ? അത് ഞാൻ മറന്നുപോയി. അങ്ങനെയല്ല, അതൊക്കെ കൊച്ചിലെ എഴുതിയത്. അപ്പൊ ഫസ്റ്റ് വൈറലായ സോങ് ഏതായിരുന്നു? ഇപ്പൊ ഇൻസ്റ്റയ്ക്ക് മുമ്പ് എന്തെങ്കിലും അങ്ങനെ യൂട്യൂബിലോ വേറെ എന്തെങ്കിലും വൈറലായിട്ടുണ്ടോ? ഫസ്റ്റ് സോങ് വൈറലാവണ സോങ് എന്ന് പറയുമ്പം ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു സോങ്. എന്താ എഴുതിയത് സോങ്? ഏതായിരുന്നു? പാടിക്കേ. അതിനുശേഷം ഇൻസ്റ്റയ്ക്ക് കുറെ പെണ്ണുങ്ങളെ ലൈൻ അടിച്ച പെണ്ണുങ്ങൾ തേച്ചപ്പം മൈൻഡാക്കെ ഡാർക്ക് അടിച്ച്, ട്രിപ്പ് അടിച്ച്, ബിയർ അടിച്ച്, ബോങ് അടിച്ച്, ബോറടിച്ച്, ഈ സാധനമായിരുന്നു. അതാണ് ഫസ്റ്റ് നൈറ്റ്. പക്ഷെ ഈ സോങ് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ പിന്നെ ആ ഒരു ഫോമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോങ്സ് ഒക്കെ. കുറച്ച് വൈറലായിട്ടൊക്കെ അപ്പോഴൊന്നും ഹേറ്റില്ല എനിക്ക്. പിന്നെ അത് കഴിഞ്ഞാണ് ഈ ബാഡ് ഡേ ട്രാക്ക് ഹൈയിൽ പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരേ ഗ്രാഫിൽ ഇങ്ങനെ പോകണം, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഒരു മാർക്കറ്റിംഗ് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു സാധനം ക്രിയേറ്റ് ആവണം, ഈ ആൾക്കാരുടെ അടുത്ത് ചോദിക്കണ സംഭവം. അത് വേറൊരു ഗ്രാഫിലോട്ട് പോയി. ഇന്നെന്റെ ബാഡ് ഒന്ന് രണ്ടുപേര് പാടോ, കുറച്ചുകൂടി ഒന്ന് കേറട്ടെ. ഇപ്പൊ എല്ലാരും മറന്നിരിക്കുമല്ലേ? മറന്നാ അങ്ങനെയല്ല, അതിപ്പോ ട്രോള് എന്ന് വെച്ചാ ഒരു സമയത്ത് ഭയങ്കര ഇതായിരുന്നു. അതങ്ങനെയാണ്, ഒരു സോങ് ട്രെൻഡിങ് വന്നു കഴിഞ്ഞാൽ ആ സോങ് ആ ഒരു ടൈമിലങ്ങ് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത ട്രെൻഡ് കൊണ്ടുവരണവരെ ആ ഒരു ചെറിയൊരു ഗ്രാഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയാണ്. ഇന്റർവ്യൂലൊന്ന് പാടും രണ്ടുപേരും കുറച്ച്. ഇന്നെന്റെ ബാഡ് ഇന്നെന്റെ ബാഡ് ജോയിന്റ് അടിക്കണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. ഇന്നെന്റെ ബാഡ് ശരിയാകും മുറുകണ്, തലവെട്ടി പൊളക്കണം, തലച്ചുറത്തെറിക്കണം, തെറിച്ചത് പറക്കണം, പടച്ചെണ്ണ വിളിക്കണം, തണുത്തത് പറക്കണം, മേലക പറക്കണം, പറച്ചിട്ട് കിടക്കണം, കിടന്ന് ഞാൻ മറിക്കണം, കൈ മൊത്തം പറക്കണം, പടസെല്ലാം മറക്കണം, സ്വർഗത്തിൽ കിടക്കണം, കടറ്റത്ത് തുറക്കണം, തുറന്നടിച്ചിരിക്കണം, വലിക്കണം, കുടിക്കണം, കുടിച്ചിട്ട് കിടക്കണം, പിരാന്ത് പിടിക്കണം, പിടിച്ചിട്ട് കറക്കണം, മനസ്സിന് കിടക്കണം, വല്ലാതെ തുടിക്കണം, മനസ്സകത്തിലേക്ക് ഇരിട്ടൊക്കെ പിടിക്കണം, ചതിച്ചിട്ട് കിടക്കണം, മനസ്സിന് കിടക്കണം, കടുപ്പത്ത് കിടക്കണം, മുറിവ് ഞാൻ പിടിക്കണം, മുഖത്തിന് പിടിക്കണം, അലറിഞ്ഞാൻ വിളിക്കണം, എനിക്ക് ശ്വാസം മുട്ടുന്നില്ല. ഞാൻ വെച്ച് ഇവിടെ ശ്വാസം മുട്ടുന്നില്ല, എനിക്ക് ഇവിടെ ശ്വാസം ബ്രീത്തിങ് കൺട്രോൾ ചെയ്ത് അത് പറ്റുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ,
എക്സ്പീരിയൻസ് ഭയങ്കര പാടാട്ടോ. ഇപ്പൊ നേരിട്ട് കേൾക്കുമ്പോഴും നമുക്ക് അതിന് ഇത് മനസ്സിലാവുന്നത് വെച്ചാൽ ഇങ്ങനെ പറയുന്ന പോലെയല്ലേ ഇത്. നമ്മൾ നോർമൽ പാട്ടാണെങ്കിൽ നമുക്കൊരു ശ്വാസം വിട്ട് പാടും. ഫ്ലുവൻസി തെറ്റാതെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പാടാനാണ് ലൈക്ക് ഒരു അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ, സമ്മതിക്കണം. ഒരു കഴിവാ അല്ല അങ്ങനെയല്ല, അതൊരു കഴിവാണല്ലോ. എടാ നിനക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ ആവുന്നില്ല. ഓക്കെ, ഈ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ പോയി ചോദിക്കുന്ന സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യാതെ ഇങ്ങനെ റാൻഡം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ചെയ്യാതെ തന്നെയാണ് അവരുടെ ഫാൻസ് തന്നെയാണ്. പിന്നെ ഞാൻ പിടിച്ച് അങ്ങനെ അവർ സ്ക്രിപ്റ്റ് ആക്കി വിടണമെന്നേ ഉള്ളൂ. അത് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാന്ന് ഏതൊരു വ്ളോഗർ ഇങ്ങനെ ഒരു ട്രോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടായിരുന്നു. പല പൊട്ടന്മാര് ഇതിനെ പറ്റി എന്തെല്ലാം ഓരോരുത്തന്മാര് പറയണ്. അതൊക്കെ സത്യമാണോ? അല്ല അല്ല, എന്നെ എന്തെല്ലാം പറയണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കേട്ട് സഹിച്ചു. ആഹാ. പക്ഷെ ട്രോൾ കൊണ്ട് കുറച്ചുകൂടി ഫേമസ് ആയെന്ന് തോന്നിയിട്ടുണ്ടോ? ട്രോൾ കൊണ്ട് ഫേമസ് ആയെന്ന് തോന്നിട്ടുണ്ട് കഴിഞ്ഞാൽ ഫേമസ് ആയി. ഫേമസ് ആയിട്ട് ട്രോൾ വരുമ്പോ ഒന്നുകൂടെ എന്നാ ഇപ്പൊ നല്ലൊരു കാര്യം, നീ ഒരു നല്ലൊരു വീഡിയോ ഉണ്ട്, അത് നിന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂല. പക്ഷെ അതിലെന്തെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ. നല്ല വീഡിയോ കണ്ടാലും ചീത്ത വീഡിയോ കണ്ടാലും ഞാൻ എല്ലാ ഫ്രണ്ട്സിനും. നീ എന്തെങ്കിലും വല്ല കപ്പിൾസ് വീഡിയോ ആണെങ്കിൽ നീ ഷെയർ ചെയ്യും. കപ്പിൾ മാത്രം ഞാൻ ഒരു കപ്പിൾ വീഡിയോ ആർക്ക് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം മറ്റേ നാഗചേച്ചിയുടെ നാഗചേച്ചിയുടെ വീഡിയോ നീ ഷെയർ ചെയ്യണം എന്തിന്? അത് ട്രോൾ വീഡിയോ. അത് കപ്പിൾ വീഡിയോ. നാഗചേച്ചിയുടെ വീഡിയോ എന്താണെന്ന് എനിക്കറിയാം. അത് ട്രോൾ വീഡിയോ. അതിന് ഞാൻ പറഞ്ഞത് അപ്പൊ ട്രോൾ വീഡിയോ ഷെയർ ചെയ്യും. നല്ലത് ഷെയർ ചെയ്യും. നല്ലത് ഇപ്പൊ പറഞ്ഞത് നാഗചേച്ചിയുടെ വീഡിയോ. നാഗചേച്ചിയുടെ വീഡിയോ ട്രോൾ വീഡിയോ ഒന്നല്ല. നാഗചേച്ചിയുടെ വീഡിയോ നീ ഫസ്റ്റ് പറഞ്ഞ പേര് നാഗചേച്ചിയുടെ പേര്. നാഗചേച്ചി ഷെയർ ചെയ്യും, എല്ലാം ഷെയർ ചെയ്യും. നല്ല വീഡിയോ. ഇപ്പൊ ഒരു ഉബൈദിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യണം. നല്ല വീഡിയോസ് അല്ലേ. അതുപോലെ തന്നെ ഒത്തിരി സിനിമാ നടന്മാരുടെ വീഡിയോസ്, അല്ലെങ്കിൽ ഒരു പട്ടി കരയുന്നത്. ഇപ്പൊ മങ്കിയുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, മങ്കി ഇങ്ങനെ ബൊമ്മയെ കെട്ടിപ്പിടിച്ചോണ്ട്, അത് നല്ല വീഡിയോ, അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പറഞ്ഞ കറക്റ്റായില്ലേ കപ്പിൾസ് വീഡിയോ? അത് മങ്കി ഇങ്ങനെ കപ്പിളാവുന്നത് അത് കെട്ടിപ്പിടിക്കല്ലേ? നിന്റെ അവിടെ കപ്പിളാണോ മങ്കി ബൊമ്മയൊക്കെ? ഇപ്പൊ ഈ കപ്പിൾ എന്ന് പറഞ്ഞാല് ഇപ്പം വിശ്വയ്ക്ക് അങ്ങനെ ഗേൾസ് ഫാൻസ് ഒക്കെ മെസ്സേജ്, ചേട്ടാ എനിക്ക് ഭയങ്കര ഫാനാണ്, എന്നെ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. കല്യാണം കഴിക്കുന്ന എന്താ കപ്പിൾ പിന്നെ കല്യാണം കഴിക്കത്തില്ലേ? അങ്ങനെയല്ല, മെസ്സേജ് ചെയ്യാറുണ്ട്, ഗേൾസ് മെസ്സേജ് ചെയ്യാറുണ്ട്. ചേട്ടാ ഭയങ്കര ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റിലേഷൻ അങ്ങനൊന്നും പറഞ്ഞു. നിനക്ക് അങ്ങനെ വരാറുണ്ടോ? ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ടോ? പ്രപ്പോസ് ഒക്കെ ഇൻസ്റ്റയിൽ നിനക്കേ വരും. അപ്പൊ ഞാൻ റാപ്പറായ എനിക്ക് വരൂലേ? അതന്നെ ഞാൻ ചോദിച്ചു അങ്ങനെ വരാറുണ്ടോ? എന്നോട് ആരും ചോദിക്കാറില്ലല്ലോ. നീ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. വരാറുണ്ട്, പക്ഷെ എന്നോട് ആരും ചോദിക്കാറില്ല. നീ ചോദിച്ചു, ഞാൻ പറഞ്ഞു. നീയാണ് ഇപ്പൊ ഗസ്റ്റ്, അപ്പൊ ഇന്ന് മിക്കവാറും ഇവിടെ കേട്ടോ. നിന്നെ ആരെങ്കിലും എന്തൊക്കെ പറയണ്ടേ? ഓക്കെ, എനിക്ക് വരുന്ന പോലത്തെ മെസ്സേജ് നിനക്ക് എന്തെങ്കിലും കോമഡി ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു കട്ട ഫാൻ ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ട്? ഏതാ ഭയങ്കര മെമ്മറി ആയിട്ട് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടുള്ളത്? സർപ്രൈസ് ആയിട്ട് പോയിട്ടുള്ള ഈ ഇടയ്ക്ക് ഒരു പയ്യൻ, ഞാൻ ട്രിവാൻഡ്രത്താണെന്ന് അറിഞ്ഞിട്ട് ഒരു പയ്യൻ അവന്റെ ജീപ്പിന്റെ അകത്ത് എനിക്ക് വേണ്ടി ഒരു ഹുഡി വാങ്ങിച്ചിട്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഞാൻ എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ വന്നപ്പോ എനിക്ക് ഓടിക്കൊണ്ടു വന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയി. ഗേൾസ് ആരെങ്കിലും അങ്ങനെ എന്തൊരു വിഷമം? നിനക്കല്ലേ പറഞ്ഞു നിനക്ക് വരും എനിക്ക് വരാതിരിക്കും വരും. പക്ഷേ അങ്ങനെ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സങ്കടമുണ്ട്. എനിക്കൊണ്ട് തരും. അല്ല, ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല. പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ക്രഷ് ഉണ്ട് അങ്ങനെ പറയുമ്പോ എന്താണ് റിപ്ലൈ കൊടുക്കുന്നവർക്ക്? താങ്ക് യു എന്ന് പറയും. സപ്പോർട്ട് ചെയ്യാം. അടുത്ത സോങ് ഉടനെ വരും. ശരിക്കും അങ്ങനെയാണ് വളരെ ഗേൾ ഒന്ന് പ്രപ്പോസ് ചെയ്ത സമയത്ത് അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പറഞ്ഞില്ലേ, നീ പറഞ്ഞ പോലെ മറ്റത് വരും. അത് കറക്റ്റ്. പിന്നെ നേരിട്ട് കാണാൻ പോകും, പിന്നെ കേസ് കൊടുക്കും. അയ്യോ അങ്ങനെയല്ല, അങ്ങനെയാണ് കൂൾ ഇൻഫ്ലുവൻസേഴ്സിന് വരുന്ന പ്രശ്നം. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇനി ഒരു റാപ്പ് സോങ് ഇപ്പൊ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ അങ്ങനെയല്ല, ഇപ്പൊ ഒരു നടൻ നമുക്ക് ഇഷ്ടമാണ്, ആ ഒരു നടന് വേണ്ടി ഒരു റാപ്പ് സോങ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ആ നടനെ കാണുമ്പോൾ എനിക്കിത് കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് കേൾപ്പിക്കണം എന്നൊക്കെ ഏതെങ്കിലും റാപ്പ് സോങ് എഴുതി വെച്ചിട്ടാ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ലൈഫിൽ എന്താണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ എഴുതണമെന്ന് തോന്നുന്നത്, എൻ്റെ ആശയം എന്താണ്, എൻ്റെ രാഷ്ട്രീയം എന്താണ്, അത് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ഓക്കെ, വീട്ടുകാരൊക്കെ അപ്പൊ ഫുൾ സപ്പോർട്ടാണ്? ആദ്യമൊന്നും സപ്പോർട്ടല്ലായിരുന്നു, ഇപ്പൊ സപ്പോർട്ടാണ്. ആദ്യം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തുടക്ക സമയത്ത് സപ്പോർട്ടില്ല. പിന്നെ ഞാൻ TV ഷോയിലൊക്കെ കയറിയപ്പോൾ അവർക്ക് ചെറിയൊരു ആത്മവിശ്വാസം വന്നു.
പിന്നെ പിന്നെ ചെറിയ രീതിക്ക് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ആദ്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞു, പോയിരുന്ന് പഠിക്കണമെന്നാണോ പറഞ്ഞത് സ്കൂൾ ടൈമിലൊക്കെ? അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാ വീട്ടുകാരും. അപ്പൊ എന്താ പറഞ്ഞു, എനിക്ക് ഇതാണ് ഇഷ്ടം, ഇതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളതിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ എത്തണം. അതിലാണ് കാര്യം. അങ്ങനെ ആരെങ്കിലും ഒരാള് കളിയാക്കിയിട്ട് എടപ്പോടെ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോ അപ്രിസിയേഷൻ ചെയ്ത ഒരാളുണ്ടായിരുന്നു? ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലേ കണ്ടോണ്ടിരിക്കണ തന്നെ. ഇപ്പൊ എല്ലാരും അങ്ങനെയാണ് കണ്ടോണ്ടിരിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് ആരും ഇല്ല. റാപ്പ് എന്തിരുന്നേ അറിഞ്ഞൂടാ. ഞാൻ റാപ്പ് പാടുമ്പോ തന്നെ ഇങ്ങനെ വായം തുറന്നിങ്ങനെ ഇത് എന്തേ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാരും എന്നെ തിരിച്ചിങ്ങനെയാണ് നോക്കണേ. ഓ സെറ്റായി എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും നോക്കണേ. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് എല്ലാവരും ഭയങ്കര രീതിക്ക് നല്ല റിവ്യൂസ് പറയാറുണ്ട്. ബ്രോ നീ അന്ന് തൊട്ടേ ഇങ്ങനെ കഷ്ടപ്പെടും, നമ്മളൊക്കെ വിചാരിക്കും നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ എവിടെ എത്താൻ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നീ എത്തിച്ചു, സമ്മതിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പയ്യന്മാരൊക്കെ വന്ന് പറയാറുണ്ട്. ഈ റാപ്പ് പാടുന്നവർക്ക് ഭയങ്കര പൈസ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ്? റാപ്പ് പാടുന്നവർക്കൊക്കെ ഭയങ്കര പൈസ കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് നല്ല പൈസ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണ്? ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. നീ റാപ്പ് പാടുന്നുണ്ട് ഞാൻ ചോദിച്ചു. സിനിമയിൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. നീ എന്റെ ജോലിപരമായിട്ടുള്ള കാര്യം പറഞ്ഞു. നമ്മളെ ഇന്റർവ്യൂ എടുത്താൽ നല്ല പൈസ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണ്? ജോലി അനുസരിച്ച് നമ്മൾ കേട്ടു. എനിക്കിവിടെ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, എനിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സോങ് ഒക്കെ ചെയ്യുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട്. ഞാനാണ് ഇന്റർവ്യൂ എടുക്കുന്നത്, ഇവരെല്ലാം എന്റെ കാര്യം ചോദിക്കുന്നത്. വൈറൽ കട്ട് വേണമെന്നല്ലേ പറഞ്ഞു. ഓക്കെ. അപ്പോ വീട്ടിൽ ആദ്യം സമ്മതിച്ചില്ല എന്ന് പറഞ്ഞില്ല, പിന്നെ മോൻ ഭയങ്കര ഫേമസ് ആയപ്പോ വീട്ടുകാർക്ക് ഭയങ്കര ഇതായിരുന്നു, നീ ഇതിൽ തന്നെ നിന്നാ മതി, വേറെ ജോലി നോക്കണ്ട, അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയൂല. ഇപ്പോഴും പറയാം വേറെ ജോലി നോക്കണം? അങ്ങനെ പറയൂല, അങ്ങനെ പറയൂല. വീട്ടുകാർ ഇപ്പൊ ഇങ്ങനെ മിണ്ടാതിരിക്കുക. എന്തെങ്കിലും കാണിക്കും. അങ്ങനെയല്ല, അവരെ അപ്പോഴ് എന്റെ അടുത്ത് ഇതിനൊരു പുഷ് ഭയങ്കര രീതിക്ക് ഇതാക്കാത്തോണ്ടും ഇപ്പോഴും ഓക്കെ. ഓ ഇവനറിയാം, ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു പയ്യന്റെ അടുത്ത് വീട്ടുകാർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അവനറിയാം അവന്റെ വഴി. ഇത് കാണുന്നു 30 വയസ്സ് ഒരു ട്രോൾ ഒരു 30 വയസ്സുള്ള പയ്യന്മാരെ വീട്ടിലെ അമ്മയ്ക്ക് അടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിന് ഇൻസ്പിറേഷൻ ഒക്കെ ആരായിരുന്നു? ഇപ്പൊ നമുക്ക് റാപ്പ് എഴുതണം, എല്ലാരും പാട്ട് എഴുതും, പാട്ട് പാടുക എന്നുള്ളതാണ്, പക്ഷെ റാപ്പ് തന്നെ ചെയ്യണം എന്ന് നമ്മുടെ മൈൻഡിൽ തോന്നിയ എന്തെങ്കിലും ഇൻസ്പിറേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെറുതിലെ തൊട്ടേ കേട്ട സോങ്സ് അങ്ങനത്തെ ടൈപ്പായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റണതെന്ന് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്കൊരു സാധനം വന്നു. ലൈക്ക് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു, അത്രേ ഉള്ളൂ. റാപ്പ് മാത്രമല്ല, ഞാൻ മെലഡിയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഫേമസ് ആയിട്ട് ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ്, നമുക്കിപ്പോൾ അവരെ ഭയങ്കര കാര്യമായിരിക്കും, പണ്ട് നമ്മളെ വലിയ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ നമ്മളൊന്ന് ഫോളോ ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്? മനസ്സിലായില്ല. അതായത് ഇപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ, നമുക്ക് പണ്ട് അയാളെ കാണുമ്പോൾ ഭയങ്കര ആരാധനയും കാര്യങ്ങളും ആയിരുന്നു, നമ്മളടുത്ത് ഒരു കണക്ഷൻ ഇല്ലായിരിക്കും, പക്ഷെ നമ്മളൊരു നിലയിൽ എത്തിയ സമയത്ത് അവർ മെസ്സേജും കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നു, ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഞാൻ തന്നെയാണ് വലിയവൻ. ലൈക്ക് ഞാൻ അങ്ങനെയാണ്, മീൻസ് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെയും ഭയങ്കര ഇതാക്കി വെച്ചിട്ടില്ല. ലൈക്ക് എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട്. എനിക്ക് ഞാനെന്നൊരു വ്യക്തിത്വത്തിന് അപ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഇപ്പൊ ഈ റാപ്പൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറെ ബോയ്സ് കാണും, അവർക്ക് ചിലപ്പോ ഒന്നെങ്കിൽ വീഡിയോ എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ചിലപ്പോ ഹെൽപ്പിങ്ങോ ആരും കാണത്തില്ല, പക്ഷെ അപ്പൊ അവരോട് എന്താ പറയണോ ഇനി വരാൻ പോകുന്ന റാപ്പേഴ്സിനെ പറ്റി? വരാൻ പോകുന്ന റാപ്പേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി കുറച്ച് പഠിക്കുക. ലൈക്ക് പുതിയ ഒരു ജോണർ കൊണ്ടുവരാൻ നോക്കുക. നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി നിങ്ങൾ കൊണ്ടുവന്ന് റാപ്പ് ചെയ്യുക. അല്ല എല്ലാവരും ചെയ്യണം അതേ പാറ്റേണുള്ള നിങ്ങൾ പിടിക്കാതെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സംഭവങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും, പിന്നെ പിന്നെ അത് പയ്യെ നിങ്ങളതായ നിങ്ങളൊരു ഓണറായിട്ട് മാറും അതിൻ്റെ. അങ്ങനെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പായി വരും. പിന്നെ അതേപോലെ തന്നെ ഇതിന് വേണ്ടി ഇറങ്ങുക, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് മെയിൻ. നമ്മളൊരു സോങ് ഇറക്കിയിട്ട് അതിനെ കയ്യിൽ വെച്ചുകൊണ്ടെന്നിട്ട് കാര്യമില്ല, അതിനെ നമ്മൾ സെൽഫിലി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം, അല്ല വേറെ ആരും നമുക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി അത് നിൽക്കില്ല. എന്തെങ്കിലും ഒന്ന് അപ്പായാൽ മാത്രമേ അവർ നമ്മൾ അപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ വിഷയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ ട്രോൾ കിട്ടിയെങ്കിലും പിന്നെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് കാര്യമായിട്ട് വന്ന ഒരു റാപ്പർ ആയിരുന്നു. ഇപ്പൊ ചില ആൾക്കാർ ഇത് വീഡിയോ ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും ട്രോൾ കിട്ടുമ്പോൾ അവർ സൈബർ ബുള്ളിങ്ങാന്ന് പറഞ്ഞ് അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവർ നിർത്തുന്ന ആൾക്കാരുണ്ട് ഈ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇവിടുത്തെ കുറച്ച് ബുള്ളിങ് എന്ന് പറയുമ്പോൾ ലൈക്ക് അത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുക, അല്ലാതെ വ്യക്തിയുടെ ലൈഫിലോട്ട് ഇടിച്ചു കയറിയുള്ള ഒരു ബുള്ളിങ് ഉണ്ട് ഇപ്പം. ലൈക്ക് നീ ഈ വീഡിയോ ചെയ്തുകൊണ്ട് നീ ഇങ്ങനെ മാത്രമാണ്
എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബുള്ളിങ് ഉണ്ട്. അത് ലൈക്ക് അത് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. കുറെ ഇതേപോലെ ഈ ബുള്ളി ചെയ്യണ ട്രോൾ ചെയ്യണ കുറച്ച് ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്ക് ട്രോൾ നമുക്ക് പിന്നെയും കുഴപ്പമില്ല, റിയാക്ഷൻ ചെയ്തിട്ട് അവര് നമ്മൾ ചെയ്ത വീഡിയോ അവര് വിലയിരുത്തിയ കുഴപ്പമില്ല. ലൈക്ക് അവരെ വ്യക്തി ഇങ്ങനെയാണ് വ്യക്തി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് ബുള്ളി ചെയ്യണ ഒരു കുറച്ച് സമൂഹം ഉണ്ട് നമ്മളെ ഇടയിൽ. അവർക്കൊരു നല്ലൊരു റൂള് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണ ഒരു ആർട്ടിനെ അവർക്ക് പറയാം, ഒരു പടം കൊള്ളൂലെങ്കിൽ ആ പടം കൊള്ളൂല, പിന്നെ ആ ഡയറക്ടർ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളൊരു വിലയിരുത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിലോട്ട് ഇടപെടാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ടിനെ പറഞ്ഞോ കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു അഭിപ്രായം പറയുക, അത്രേ ഉള്ളൂ. ഈ ഇടയ്ക്ക് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഭയങ്കര ട്രോള് വന്നു. മറ്റേ എന്താ ജോമു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 കപ്പിളുണ്ട്, അറിയായിരിക്കും. എന്താ ജോമു മനസ്സിലായല്ലോ. അപ്പൊ അവര് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് അവരെല്ലാം അക്കൗണ്ട് തന്നെ അവര് ഡീആക്ടിവേറ്റ് ചെയ്തു. കാരണം അവർക്ക് അത്രയും അവര് ചുമ്മാ കണ്ടന്റ് ചുമ്മാ ഫണ്ണി രീതിയിലാണ് അവർ ചെയ്തത്. ഒന്നും 18+ റോങ് ആയിട്ടോ ഒന്നുമല്ല. പക്ഷെ ഈ ട്രോള് ചെയ്ത ആൾക്കാർ ഭയങ്കരമായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു, പേഴ്സണലി പോകുമ്പോഴാണ് ഈ വിഷയം. അവർ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തോന്നും വീഡിയോ കൊള്ളൂല, കുഴപ്പമില്ല. അവർ പേഴ്സണലി ഇങ്ങനെയാണ് എന്തുവാന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങോട്ട് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം. അങ്ങനെ ഈ ബുള്ളി ചെയ്യുമ്പോൾ ആൾക്കാർ തളർന്നു പോകുന്ന ആൾക്കാരോട് എന്താ പറയുള്ളൂ വിഷയ്ക്ക്? ബുള്ളി ചെയ്യണത് ഞാൻ പറയാ ലൈക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ സഹിക്കണം. നമ്മൾ ടോട്ടലി അങ്ങ് ബുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വിടരുത്, കുറച്ചൊക്കെ ഒന്ന് സഹിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഇപ്പം എല്ലാവർക്കും ട്രോള് വരുന്നില്ലേ? എല്ലാവർക്കും വരുന്നുണ്ട്. മോഹൻലാലിന് വരെ ട്രോള് വരുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നല്ലതാണെങ്കിലും അഴുക്കാണെങ്കിലും നമുക്ക് ട്രോള് വരും. പക്ഷെ അതൊരു ലിമിറ്റ് വരെ നമ്മൾ ഒന്ന് സഹിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഒരു കുട്ടി ഇടയ്ക്കിട്ടൊരു വീഡിയോ ആണ്. ചിലവന്മാരുണ്ട് ഇങ്ങനെ ചുമ്മാ, ഞാൻ ആരെയും ഇതാക്കി പറയുന്നല്ല, ചില ആൾക്കാർ നല്ല റിയാക്ഷൻ ആൾക്കാരുണ്ട്, വ്ളോഗേഴ്സ്. ചുമ്മാ ഒരു വീഡിയോ മേളിൽ വെച്ചിട്ട് എന്താ കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അവർക്കൊരു റീച്ചിന് വേണ്ടി ചെയ്യുന്ന കുറെ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ട്. അതിനെ പറ്റി ഇപ്പൊ എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുമ്പോൾ നല്ല ഹോട്ടലിൽ കയറി ഉണ്ണുമ്പം ശരിയാവും. എന്താ എനിക്ക് മനസ്സിലായില്ല. നല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ശരിയാവും. എനിക്കതൊന്നും കിട്ടിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലായി. എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല. നല്ല ഹോട്ടലിൽ ഫുഡ് തിരുവനന്തപുരം തന്നെ ട്രിവാൻഡ്രം ആണ്, പക്ഷെ അത് ഹോട്ടലിൽ എന്തും നല്ല ഹോട്ടലിലേക്ക് കിട്ടുമ്പം ശരിയാവും. അടിയാണോ ഉദ്ദേശിച്ചത്? മീൻസ് നല്ല ഹോട്ടലിൽ നിന്ന് ഉണ്ണുമ്പം ശരിയാവും എന്ന് പറഞ്ഞാൽ നല്ലയിടത്തിന് പണി കിട്ടുമ്പോ ശരിയാവും. അതല്ലേ ഞാൻ ചോദിച്ചത്. നല്ല ഹോട്ടലിൽ നിന്ന് ഉണ്ണാത്തോണ്ടാണ്, ഉണ്ണുമ്പോ ശരിയാവും. അപ്പൊ വിഷു ഇനി സ്റ്റേജ് ഷോസ് ഒക്കെ ഇനി ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? സ്റ്റേജ് ഷോസ് എടുത്തു തുടങ്ങി. അപ്പൊ ഈ വർഷം തൊട്ട് ഫുള്ള് സ്റ്റേജ് ഷോസ് എടുക്കാനാണ് എന്റെ പ്ലാൻ. അപ്പൊ ഇപ്പൊ എന്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ പൊട്ടിക്കും, കുറച്ച് ട്രാക്കുകൾ ഇപ്പൊ പൊട്ടിക്കും. അത് കഴിഞ്ഞ ഉടനെ ഷോസിലോട്ട് കയറാൻ പോവുകയാണ്. ഷോസിലോട്ട് കയറി ഇനി റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കും. ഇനി ചില റാപ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് റോഡ് മൊത്തം ബ്ലോക്കും പോലീസും കാര്യങ്ങളും പോലെ, അതുപോലെ നമുക്ക് ഇനി കാണാൻ പറ്റും. നിന്റെ നാക്ക് പൊന്നാവട്ടെ. ഇങ്ങനെ ഇങ്ങനെ നടന്ന് എനിക്ക് അപ്പൊ ഒരു ഗിഫ്റ്റ് തരണം. ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, 6 ലക്ഷം ഫോളോവേഴ്സിൽ 1 ലക്ഷം ആൾക്കാർ തന്നെ വന്നാൽ തന്നെ അവിടെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇരിക്കത്തില്ലല്ലോ, ഇഷ്ടമുള്ളതല്ലേ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എന്നെ അല്ല, എന്റെ കല, എന്റെ മീൻസ് എന്റെ സോങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ്? ഇനി എപ്പോഴാണ് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് തുടങ്ങി, ഇപ്പൊ തൊട്ടേ ഷോസ് എടുത്ത് തുടങ്ങി. അപ്പം വെയിറ്റിംഗിലാണ് ഷോസിന്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാം അല്ലേ. എവിടെ വെച്ചായിരിക്കും ഫസ്റ്റ്? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും പ്ലാൻ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുക, പ്ലാനിങ്ങിൽ ഇരിക്കുക. അതിനു വേണ്ടി പുതിയ സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ടോ? അതെ, സോങ്സ് ഒക്കെ ഇപ്പൊ റിലീസ് ആവും. ഇപ്പൊ കുറച്ച് ട്രാക്കുകൾ ഞാൻ പൊട്ടിക്കും. അത് കഴിഞ്ഞ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. എങ്ങനെ അത് ആൾക്കാർ എടുക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ആൾക്കാർ ഇപ്പൊ എടുക്കേണ്ട രീതിയിലല്ല എടുത്തില്ലേ. എന്തെടുത്താ എന്ത് അല്ല, എന്നാലും ഇറക്കിക്കൊണ്ടേയിരിക്കും. എത്ര ഇത് വന്നാലും ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ട്രാക്ക് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടമില്ല. ചിലപ്പോ ഞാൻ വേറൊരു ട്രാക്ക് ഇറക്കുമ്പോൾ ആ ടൈപ്പുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഈ ടൈപ്പുള്ള ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഇപ്പോഴും ബാഡ് ഡേ ഇഷ്ടമില്ലാത്തവരുണ്ട്, ബാഡ് ഡേ ഭയങ്കരമായിട്ട് ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പക്ഷെ ബാഡ് ഡേ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഇപ്പൊ ഇറക്കി അവനോടൊപ്പം എന്ന് പറഞ്ഞ ട്രാക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ കുറെ ട്രാക്കുകൾ ഇഷ്ടമുള്ളവരുണ്ട്, ബാഡ് ഡേ ഇഷ്ടമില്ലാത്തവർ.
പക്ഷെ ബാഡ് ഡേ ഇഷ്ടമുള്ളവർക്ക് ഈ ട്രാക്കുകളൊന്നും ഇഷ്ടമില്ല. ഇഷ്ടമല്ല. രണ്ടും രണ്ട് ടൈപ്പ് ഓഫ്. നമ്മളെല്ലാരും ഒരുപോലെ ഒന്ന് വിചാരിക്കല്ലേ, എല്ലാരും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ കേരളമേ നശിച്ചു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനുള്ളത് ഇറക്കുന്നുണ്ടല്ലേ വിഷയം. ഓക്കെ, ഇപ്പം ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്കാണ് ഇറക്കുന്നത്. ചിലർക്ക് പെണ്ണിൻ്റെതായിരിക്കും, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡ്രഗ്സ്, ലവ്. അപ്പം ഇറക്കാത്തൊരു സാധനം എന്തായിരിക്കും ഒരു വിഷയം ഇറക്കണമെന്ന് ഇറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കർഷകർക്ക് വേണ്ടി ഒരു ട്രാക്ക് എഴുതിക്കൊണ്ടിരിക്കുക. ലൈക്ക് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൈക്ക് നമ്മളെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊക്കെയല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ. ഇനിയിപ്പം അമ്മമാരൊക്കെ റിംഗ് ടോൺ ഒക്കെ അതൊക്കെ ആ റാപ്പൊക്കെ എന്നിട്ട് അവിടെ മറ്റേ പാടത്ത് പോയിട്ട് ആ പാട്ടൊക്കെ ഇട്ട് വൈബ് വിശ്വാ ഇവള് പേറി കയറും തോന്നുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഒരു യൂത്ത് ആയിട്ട് ഒരു വൈബായിട്ട് കർഷകർക്ക് വേണ്ടി റാപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിലുള്ളവരും കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തോ അല്ല, നല്ല കാര്യമാണ് സംഭവം. ഞാൻ ഡിഫറെന്റ് ആയിട്ട് കേൾക്കുന്ന നല്ലൊരു കാര്യമല്ലേ, നല്ലൊരു കാര്യമാണ്. കേരളത്തിന്റെ ഒരിതെന്ന് പറഞ്ഞാൽ എന്താണ് ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ്? വയല് അല്ല, പാടം, പച്ചപ്പ്. സോറി, അതൊക്കെ നശിച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പം. സത്യം, അത് കൂടുതലും സിറ്റികളിലാണല്ലോ നശിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ബിൽഡിംഗ് വരുന്നുണ്ടല്ലോ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. രണ്ട് സൈഡ് അല്ല, രണ്ട് സപ്പോർട്ടാണ്. ഇപ്പം ഈ ബിൽഡിംഗ് ഇവിടെ ഇല്ലാതെ ഇവിടെ വയലും മാത്രമാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്നേനെ. അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ തിങ്ക് ചെയ്യണം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എല്ലായിടത്തും മറ്റു വയല് നിറത്തണമെന്നല്ല. നമ്മളിപ്പോ വിഷങ്ങളല്ലേ കഴിച്ചോണ്ടിരിക്കുന്നത്. നമുക്കത് ഉണ്ടാക്കേണ്ട സോഴ്സ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ആരും അത് ചെയ്യുന്നില്ലല്ലോ. വീട്ടില് എത്ര തൈ ഉണ്ട്? കുറച്ചുണ്ട്. എന്തൊക്കെ വീട്ടില്? വെണ്ടയ്ക്കുണ്ട്, കത്തിരിക്കയുണ്ട്. സീരിയസ്, അവിടെ ആരെങ്കിലും വന്ന് നോക്കാം അവിടെ എന്തൊക്കെ തൈ ഉണ്ടെന്ന്. നീ പച്ചക്കറി എന്തൊക്കെയുണ്ട്? വിഷമാണോ കഴിക്കുന്നത്? നീ ജൈവവളമാണോ കഴിക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് പ്രതിരോധിക്കാം. ഭയങ്കര പൂർണ്ണമായിട്ടും അല്ല, ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാം. മനസ്സിലായോ? നല്ല കാര്യമാണ്, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തൈ വല്ലതും ഉണ്ടോ വീട്ടില്? എന്റെ വീട്ടിലുണ്ട്, കൃഷിയൊക്കെ ഉണ്ട്. അമ്മൂമ്മേനെ അവിടെ വയലാണ്. അല്ല, ഇവിടെ വീട്ടിലുണ്ടോ? ഇവിടെ ഫ്ലാറ്റില് സ്പേസ് ഇല്ല, ബാൽക്കണിയിൽ ചെടികൾ മാത്രമേ ഉള്ളൂ. ചെറിയ ചെടിയൊക്കെ വെക്കാലോ. ചെറിയ ചെടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ മറ്റേ വെച്ചാ കൊള്ളാം. അതൊക്കെ ഉണ്ട്. അല്ലാതെ കൃഷിയൊന്നും വെണ്ടയ്ക്ക വെക്കാതൊന്നും ഇല്ല, അതൊക്കെ പറ്റത്തില്ല ഫ്ലാറ്റില്. എന്റെ അല്ലല്ലോ, റെന്റ് കൊടുത്ത് നിൽക്കുന്നത് കിട്ടിയല്ലോ. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അങ്ങോട്ടും കൂടെ പാര വെക്കുക. ഞാൻ പറയണല്ലോ, നീ വെക്കണോന്ന് ഞാൻ പറയണല്ലോ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അത്ര പറഞ്ഞോളൂ. ഞാൻ അതാ പറഞ്ഞ, കർഷകരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്. കൃഷി കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇൻസ്റ്റ വീഡിയോ മൊത്തം കർഷകർക്ക്. നാളെ തൊട്ട് ഞാനൊരു തയ്യലുണ്ടോ. ശരി, ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും ഒത്തിരി റാപ്സ് ഒക്കെ ഇറങ്ങി. ഇനി നാളെ ഒരു വലിയൊരു ക്രൗഡിന്റെ ഇടയിൽ വിശ്വം ഞാൻ ഇന്റർവ്യൂ എടുത്തൊക്കെ നമ്മളൊന്ന് നോക്കണം. മൈക്കിൽ അനൗൺസ് ചെയ്യാം. ഏഞ്ചൽ ബേബി സ്റ്റേജ് വരുന്നുണ്ടെങ്കിൽ. മൂവീസിലൊക്കെ ഇപ്പം പാടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഏത് മൂവീസിലൊക്കെ ആയിരുന്നു ലാസ്റ്റ് പാടിയത്? ശ്രീനാഥ് ബാസിയുടെ പൊങ്കാല സിനിമയിലാണ്. അപ്പൊ ഇപ്പം ഒരെണ്ണം ഇറങ്ങിയ സോങ് തലക്കിട്ട് പെട്ടക്കി എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക്. ഇപ്പം അടുത്ത് വരാൻ പോണത് സിദ്ദിഖ് സാറിന്റെ ക്രൈം 306 സിനിമയിലെ പാട്ടാണ്. അതിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഇനിയിപ്പോ ഷൂട്ടിംഗ് തുടങ്ങും. അങ്ങനെ മൂവി വരെ എത്തി. എന്തോ വേണം ഇനി. അങ്ങനെ ഒത്തിരി ലാസ്റ്റ് പറഞ്ഞ പോലെ മോഹൻലാലിന്റെ സിനിമയിലും ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. താങ്ക് യു. മോഹൻലാൽ സാർ അങ്ങനെ കൊളാബൊക്കെ ഇടും. എന്റെ വിശ്വ മ്യൂസിക് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു. സീരിയസ് ആയിട്ട് പക്ഷെ അത് ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സിനിമയിൽ പാടി, ശ്രീനാഥ് ബാസിയുടെ സിനിമയിൽ പാടി എന്ന് പറഞ്ഞല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ അപ്കമിങ് ഇനി നമുക്ക് പറയാൻ പറ്റാത്ത ഒത്തിരി നടന്മാരുടെ മ്യൂസിക് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു.